കൊണ്ടുപോകണം. പിന്നെ വെറും 800 സംതിങ് കോടി ഉള്ളൂ കേന്ദ്ര സർക്കാർ. അതെന്തൊക്കെയോ ഓരോ ഫണ്ടുകളാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് കേന്ദ്രം ചെലവാക്കിയത്. അല്ലെങ്കിൽ കേരളത്തിനോട് എപ്പോഴും ഒരു കേരളത്തിനെ കണ്ടുകൂടാ, അങ്ങനെയാണല്ലോ. കേരളത്തിന് വേണ്ടിക്കാണ്ട് ചോദിക്കാനും ഇവിടെ ഒരു BJPൻ്റെ ഒരു നേതാവില്ല. വേറെത്തും പറഞ്ഞ് കേരളം പട്ടിണി പറഞ്ഞാലൊക്കെ തിരുവനന്തപുരക്കാട്ട് നമ്മൾ ചിലക്കാണ്ട് പോകേണ്ട നമ്മൾ ക്ലിപ്പ് ഉണ്ടെങ്കിൽ. അപ്പം എന്താ പറഞ്ഞേ, ഈ 800 ശില്ലാം കോഴി കൊടുത്ത പ്രധാനമന്ത്രി അപ്പം ഉദ്ഘാടനം ചെയ്യണം. എന്തിനതിൻ്റെ ആവശ്യം? ഇഷ്ടപ്പെട്ട കഥ വീണ്ടെടുക്കാൻ പറ്റണോ? ഇപ്പൊ ജനങ്ങൾ വിചാരിക്കുക എന്താണ്, മോദിജി ഉദ്ഘാടനം ചെയ്തു, കേന്ദ്രത്തിന്റെ വലിയ ഫണ്ടാണ് എന്ന കാര്യം. ഉദ്ഘാടന പ്രസംഗം നോക്കണ്ട, ഉദ്ഘാടന പ്രസംഗം വേറെ ഞങ്ങൾ പരിഭാഷപ്പെടുത്തിക്കാണ്ട് ലാസ്റ്റ്. പിന്നെ ഇല്ലല്ലോ, പിന്നെ നമ്മളെ ഇന്ത്യൻ പാർട്ടിനെ പറ്റിയാണ്ട് ഇന്ത്യ സഖ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റുവാണ് എയർ ഇന്ത്യനെ കുറിച്ചൊക്കെ പറയുന്നത്. ഇവരെല്ലാത്തുമ്പോഴേ ചാണതെല്ലാം അടക്കണേ. അത് അതിൻ്റെ വാക്കില്ലല്ലേ. ഏതായാലും വെറും 800 കോടി മുടക്കുള്ള ഒരു പദ്ധതിക്ക് 800 കോടി മുടക്കി അനുഭവിച്ച് നിന്ന ആൾക്കൂടെ ഉദ്ഘാടനം ചെയ്യിച്ച അത് മോദി സ്നേഹം തന്നെയാണ്. അതിൻ്റെ പുറത്ത് ഒക്കെ ഒരു കാര്യം നിൽക്കണേ. ഓരോ കേരള എന്താ പറ്റാര പ്രസിഡന്റാര മുടക്ക് വേറെ ചന്ദ്രശേഖർ എത്തവരെ എങ്ങായി വേറെ അടുത്ത് കേരളത്തിനോട് ആറ് കൊടുത്തിനും കാരണേ എന്തൊക്കെ തേങ്ങ കിട്ടില്ല ഇവിടെ കിട്ടിയപ്പോൾ എങ്ങനെ നമുക്കറിയാം. കഴിഞ്ഞ ആ ഒക്കെ പൊടിക്ക് നമ്മൾ ശരിക്കും ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് ആരാ? ഈ പദ്ധതി അപ്പോൾ വെള്ളം പറയാം. ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് ഉമ്മൻചാണ്ടിയാണ്. മനസ്സിലായോ? ഈ പദ്ധതി കൊണ്ടുവന്നത് ആരാണ്? ഉമ്മൻചാണ്ടിയാണ്. ഇത് നമ്മുടെ ഇത് മാത്രമല്ല, എന്തൊരു സംഭവവും നമ്മുടെ നാട്ടിലായാലും എവിടെയാണെങ്കിലും ഒരു പുതിയ ഒരു സംഭവം നടപ്പിലേക്ക് കഴിഞ്ഞാൽ ഇത് ആരുടെ ആശയമാണ്, ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ്, അല്ലെങ്കിൽ ആരുടെ വായിൽ കൂടെ ഇത് പുറത്തേക്ക് വന്നത്, അവരാണ് അതിന് കാരണക്കാർ. അവർക്കാണ് ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും. ഉമ്മൻചാണ്ടി സർക്കാരാണ് ഈ പദ്ധതി ഇവിടെ കൊണ്ടുവന്നത്. അന്ന് കുറച്ച് കൊണ്ടുവന്നത് ശേഷം LDF ഈ പദ്ധതിയെ എതിർത്തുക്കണേ. അതെല്ലാം തന്നെയാണല്ലോ അവർ എല്ലാം എതിർക്കും. പിന്നെ അവർക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കാട്ടും? അവരിത് എല്ലാം നടപ്പിലാക്കും. കാരണം അതിൽ വല്ല അഴിമതി നടത്താൻ കഴിയും നോക്കാട് ഒക്കെ നടത്തി കഴിഞ്ഞാലും. ഏതായാലും കേരളം ഈ പദ്ധതി, ഈ ഉമ്മൻചാണ്ടിയുടെ ഈ ആശയം ഇത് സഫലമാക്കി എന്ന് തന്നെ പറയാം. അദ്ദേഹം മരണപ്പെട്ടു പോയത് കൊണ്ട് നമുക്ക് പിണറായി ഉദ്ഘാടനം ചെയ്തതിൽ നമുക്ക് എതിർപ്പില്ല. പിണറായി സാറ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ല. അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതിയാണത്, അദ്ദേഹത്തിൻ്റെ ഐഡിയ ആണത്. നിങ്ങളൊരു ക്ലിപ്പ് ഉണ്ടാണ്. എന്ത് തന്നെ നിങ്ങൾ ചെയ്താലും എത്ര നിങ്ങൾ എതിർത്താലും വിഴിഞ്ഞ പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി പറയണേ ക്ലിപ്പുകൾ കണ്ടില്ലേ? അദ്ദേഹം ഇന്ന് ജീവിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ പിണറായി ഉദ്ഘാടനം ചെയ്തതിന് നമുക്ക് എതിർപ്പില്ല. പക്ഷേ മോദി എന്തുദ്ഘാടനം ചെയ്തതിൽ നമുക്കറിയണം. ഒരു വയനാട് ദുരന്തമായിട്ട് പോലും നമുക്ക് ഉറപ്പ് കേന്ദ്രത്തിൽ നിന്നിട്ടില്ല. പിണറായിൻ്റെ മോദി സ്നേഹം അതെന്താ നമുക്കറിയാം. ഒരു ലാവലിന് കേസുണ്ട്, അതൊന്നുകൂടി നീട്ടണം. ഇനി മഴ നീട്ടുക. അപ്പം 36 പ്രാവശ്യം നീട്ടി. ഇന്ത്യയിലെ ഒരു കേസ് സുപ്രീം കോടതി കേട്ടോ 36 പ്രാവശ്യം നീട്ടിച്ചു. ഉളുപ്പുണ്ടോ? കോടതിക്ക് തന്നെ വെച്ചു നിങ്ങൾ ഇടാൻ പോകണ്ടോ ഒരു കേസ് 36 തവണ? ഇനിയും നീട്ടി വെക്കണം. അങ്ങനെയൊക്കെ ഒരു കേസ് നീട്ടി വെക്കണമെങ്കിൽ ജഡ്ജിമാർ ഇവർക്കൊക്കെ സമ്മർദ്ദമുണ്ട്, അല്ലെങ്കിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള നമുക്ക് മനസ്സിലാവുമല്ലോ. രാവിലെ കേസ് 36 തവണ നീട്ടി വെച്ചു. ഇനി നീട്ടാൻ പോകുന്നത് 37 തവണക്കാരൻ. അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഇതൊക്കെ. ഈ ഉദ്ഘാടനമൊക്കെ നമുക്കറിയാം. ഒരിക്കലും ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതി പ്രധാനമന്ത്രിയെ കൊണ്ട് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതിൽ കേരളം ഒരിക്കലും സംതൃപ്തരല്ല. മാർക്സിസ്റ്റ് പാർട്ടി സംതൃപ്തരല്ല. പിണറായും കുറച്ച് ആൾക്കാരും സംതൃപ്തരാണെന്ന് തന്നെ പറയാം. കാരണം 5000 കോടി ചിലവാക്കിയ കേരള സർക്കാരാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. പ്രസംഗിച്ച് പോയിട്ട് കാര്യമില്ല.